സുഹൃത്തുക്കളെ സിയ ഹക്കല ട്രാവലേഴ്സ് ഫോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സക്കീർ ഹുസൈൻ മണ്ണഞ്ചേരി. നമ്മളിന്നുള്ളത് തേക്കടിയിലെ പ്രസിദ്ധമായ ഗ്രീൻവുഡ്സ് റിസോർട്ടിലാണ്. കൊണ്ടോടി ഗ്രൂപ്പ്സിൻ്റെ ഏറ്റവും നല്ല റിസോർട്ടുകളിലൊന്നായ ഗ്രീൻവുഡ്സ് റിസോർട്ട് ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിൻ്റെ ആംബിയൻസും അതുപോലെ തന്നെ കുമളി ടൗണിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന എന്നാൽ കാട്ടിലാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഫീലുള്ള ഒരു അടിപൊളി റിസോർട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ പറയപ്പെടുന്ന ഈ മരങ്ങളാണ്. കാരണം ഒരു മരം പോലും അവർ നശിപ്പിക്കാത്ത തരത്തിലാണ് അവർ പ്രകൃതിയെ പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിസോർട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ്. നമുക്ക് റിസോർട്ടിനകത്തേക്ക് പോകാം. ഒരുപാട് കാറ്റഗറി റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ പൂളുണ്ട്, പ്രൈവറ്റ് പൂളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പൂളിലേക്കാണ്. പൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 7 to 7 നമുക്ക് ഉപയോഗിക്കാം. നല്ല വിശാലമായ പൂള് എന്നൊക്കെ പറയത്തില്ലേ, ഇതാണ് അതിൻ്റെ ഒരു ആംബിയൻസ്. ഇതാണ് ഗ്രീൻവുഡ്സിൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് 72 പേർക്ക് ഒരേ സമയം ഫുഡ് കഴിച്ച് മാറാവുന്ന തരത്തിലാണ് അവർ റെസ്റ്റോറൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബൊഫേ ആയിരിക്കും, മിക്കവാറും ദിവസങ്ങളിൽ ബൊഫേ ഉണ്ടാവും. അതുപോലെ തന്നെ അലാക്കാട്ടും അവർ ഇത് ചെയ്യുന്നുണ്ട്, സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഒന്ന് ആദ്യം ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അവർ പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബൊഫേ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പ്ലെയിൻ ദോശ, മസാല ദോശ, ബട്ടർ ദോശ, അതുപോലെ തന്നെ ഗീ റോസ്റ്റ്, ഒപ്പം തന്നെ നമുക്ക് ഓംലേറ്റോ, മസാല ഓംലേറ്റോ, പ്ലെയിൻ ഓംലേറ്റോ, അങ്ങനെ പല ഓംലേറ്റുകളും, ഒപ്പം ലൈവ് കൗണ്ടറുകളുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ദോശ മറ്റേ ചോക്ലേറ്റ് ദോശയാണ്. അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്ന സംഗതിയാണ് ചോക്ലേറ്റ് ദോശ. ഷെഫ് എന്തൊക്കെയാണ് ഇന്നത്തെ? ഓക്കെ. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇവിടെ ലൈവ് കൗണ്ടറിലുണ്ട്. അപ്പം അതെ, കേരള വിഭവങ്ങൾ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ടുള്ള വേറെ വിഭവങ്ങളുണ്ടല്ലോ അല്ലേ? കേരളത്തിൻ്റെ കേരള പൊറോട്ട ഉണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ നമുക്ക് കൗണ്ടറിൽ ലൈവായിട്ട് അടിക്കും. ബൊഫേ മെനുവിൽ നമ്മൾ ഗ്രീൻ ചട്നി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാദാ ചട്നി ഉണ്ട്, ഒപ്പം സാമ്പാറുണ്ട്, പിന്നെ നമ്മുടെയൊക്കെ ഇഷ്ടഭക്ഷണമായ നല്ല ആവി പറക്കുന്ന ഇഡ്ഡലിയുണ്ട്, ഒപ്പം വട കൂടാതെ തന്നെ ഇടിയപ്പം, ഒപ്പം ഗ്രീൻ പീസ് കറി, പിന്നെ പൊഹ എന്ന് പറഞ്ഞ സാധനം നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, എനിക്കറിയാൻ പാടില്ല എന്താണെന്നുള്ളത്. പിന്നെ ഒപ്പം ആലു പൊറോട്ട എല്ലാവർക്കും അറിയാം. അതിനൊപ്പം തന്നെ റവയുടെ ഉപ്പുമാവുണ്ട്, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, ഒപ്പം ചീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കപ്പ് കേക്കും, അതുപോലെ തന്നെ ബനാന കേക്ക്, ഓറഞ്ച് കേക്ക്, പിന്നെ നമ്മൾ ഹുമ്മൂസ് എന്ന് പറഞ്ഞിട്ടൊരു അറബിക് ഐറ്റം, ഗൾഫിലുള്ളവർക്കറിയാം, കടല അരച്ചുണ്ടാക്കുന്ന ഹുമ്മൂസ്, അതും അതിൻ്റെ അനുബന്ധ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഫ്ലെക്സ്
അത് സ്ഥിരം കഴിക്കുന്ന ആൾക്കാർക്ക് കോൺഫ്ലെക്സും പിന്നെ ബനാനയുടെ വിഷയങ്ങൾ, പിന്നെ ഒപ്പം തന്നെ പാൻ കേക്ക്, വാനിലയുടെ തന്നെ പാൻ കേക്ക് ഉണ്ട്, പിന്നെ ചിക്കൻ നെഗ്ലറ്റ്സ്, ഒപ്പം പുഴുങ്ങിയ മുട്ട, പിന്നെ അത്യാവശ്യം കട്ട് ഫ്രൂട്ട്സും, ഒപ്പം തന്നെ 2 ടൈപ്പ് ജ്യൂസും. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഒരു ചോക്ലേറ്റ് ദോശ ഇങ്ങനെ എടുത്തു. ചോക്ലേറ്റ് ദോശ എടുത്തിട്ടുണ്ട്, ഒരു സ്ട്രോബെറി ദോശ എടുത്തിട്ടുണ്ട്. ഇതുവരെ കഴിക്കാത്ത സംഗതിയാണ്. ചോക്ലേറ്റ് ദോശ എന്താണെന്ന് നോക്കാം. രാവിലെ കൊള്ളാം. ഒരു ചോക്ലേറ്റും ദോശയും കൂടി ചേർന്ന ടേസ്റ്റാണ്. പിന്നെ അതിന് തന്നെ ഒരു സ്ട്രോബെറിയും. ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, ഇതൊക്കെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എന്നാലും കൊള്ളാം, സൂപ്പറായിരുന്നു സംഭവം. സ്ട്രോബെറി ദോശയും കൊള്ളാം, ചോക്ലേറ്റ് ദോശയും കൊള്ളാം. പക്ഷേ കുട്ടികൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ ഞങ്ങൾ പൊറോട്ടയും മസാല ദോശയും അതുപോലെ തന്നെ ഓംലേറ്റും പിന്നെ ബുൾസയും ഇന്ന് പൊളിക്കും. എല്ലാം കൂടെ കഴിക്കാനുള്ള ഇതില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ടും ഗംഭീരം. പുറത്തൊരു മഴയും കൂടെ പെയ്യുന്നതുകൊണ്ട് നല്ലൊരു ആംബിയൻസാണ്. മഴയും കൂടുതൽ എനിക്ക് വേണ്ട കട്ടൻ ചായയും, മഴയും കട്ടൻ ചായയും വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റും. അന്തസ്, വേറെന്ത് വേണം? ിലേക്ക് വരുമ്പം കാണുന്ന ആ ഒരു ഫസ്റ്റ് വ്യൂ ആണ് റിസപ്ഷൻ. റിസപ്ഷൻ എന്ന് പറയുന്നത് വിശാലമായൊരു നടുത്തളവും അതിനടുക്കൊരു ചെടിയും, അതുപോലെ തന്നെ പഴയ ഒരുപാട് സാധനങ്ങൾ, നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഓരല്, അതുപോലെ തന്നെ ആമാടപ്പെട്ടി, പിന്നെ മരൗരി, അതുപോലുള്ള സാധനങ്ങൾ വെച്ച് അവർ അലങ്കരിച്ചിരുന്നു പഴയ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി. കൂടാതെ തന്നെ ഉറുമ്പിൻ്റെ കൂട്, പഴയ വാരിക്കുന്തമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടേ ഉള്ളൂ. വാരിക്കുന്തം കാണിച്ചു തരാം. പഴയ കുന്തം ഉപയോഗിക്കരുത്, കുന്തം. അതുപോലെ തന്നെ അവർ തടിയിലാണ് ഒരു ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫർണിച്ചറെല്ലാം നല്ല 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 ക്വാളിറ്റി തടികളാണ്. അപ്പോൾ ഇതുണ്ട്, ഒരു കുന്തം ഒരു വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ കണ്ട കുന്തം. ഇത് തന്നെയായിരിക്കും വിചാരിക്കുന്നു. മുമ്പൊക്കെ ഭടന്മാരിങ്ങനെ നിൽക്കത്തില്ലേ, ഇത് കുന്തം, വാരിക്കുന്തമല്ല, കുന്തം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, കാടിനകത്താണെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ആംബിയൻസ്, ലൈറ്റും അതിൻ്റെ ഫർണിച്ചറും അതിൻ്റെ റിസപ്ഷനും ഒക്കെ അവർ ഒരുക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ആ പൂളിലൊന്ന് കാണാം. കമാൺ. അതിനോട് ചേർന്ന് തന്നെ ആ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനോട് ചേർന്നുള്ള റെസ്റ്റോറൻ്റാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പൂളുണ്ട്. പൂളിൻ്റെ സമയമൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പോകുന്നത് നമ്മൾ ഗ്രീൻവുഡ്സിൻ്റെ പ്രസിഡൻഷ്യൽ സ്യൂട്ട് അല്ലെങ്കിൽ
വാം പൂൾ വില്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റും മറക്കപ്പെട്ട ഒരു നമുക്ക് പ്രൈവസി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മാത്രമായിട്ട് നീന്തി കളിച്ച് അർമാദിച്ച് പോകാൻ പറ്റുന്ന ഒരു റൂമാണ് ഈ പറയുന്ന പൂൾ വില്ല. അപ്പോൾ പുൾ സ്യൂട്ടാണിത്, ഇത് സ്യൂട്ടും കൂടാണ്. അപ്പം നമ്മൾ കയറി വരുന്ന ആ ഒരു ലിവിങ് സ്പേസ് അത് തന്നെ വളരെ മനോഹരമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. അവിടെ പഴയ കാലത്തെ ഒരുപാട് പാത്രങ്ങളും അതുപോലുള്ള സംവിധാനങ്ങളും, ഒപ്പം തന്നെ അവിടുത്തെ കൈ കഴുകുന്ന ആ ടബെന്ന് പറയുന്നത് ചെമ്പായ അടിപൊളി ടബും, അത് അവിടെ തന്നെ ലിവിങ് സ്പേസിൽ തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ആ ടോയ്ലറ്റ് നമുക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് 2 റൂമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് കഴിഞ്ഞാൽ വരുന്നത് വലിയൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന മേൽക്കട്ടിയൊക്കെ ഉള്ള കട്ടിലും അതിൻ്റെ മുഴുവൻ ആഡംബരങ്ങളോട് കൂടിയ ഒരു കട്ടിലാണ്. അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ ഉള്ള സ്പേസ് വേണമെങ്കിൽ നമുക്ക് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സ്ട്രാ ബെഡ് പ്ലേസ് ചെയ്തിട്ട് അവിടെ കിടത്താനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ അവിടെ ഇരുന്നുകൊണ്ടൊരു ബാൽക്കണി, ആ മേളിൽ ഇരുന്നുകൊണ്ടൊരു ബാൽക്കണി വ്യൂവിലൂടെ നമുക്ക് കുട്ടികളൊക്കെ താഴെ നീന്തുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് രസിക്കാനായിട്ട് അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അടിപൊളി എന്താ പറയുക ഒരു ടോയ്ലറ്റ്. അത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, റൂമിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ടോയ്ലറ്റാണ്. അപ്പോൾ ആ ടോയ്ലറ്റിൽ നിന്ന് നേരെ നമുക്ക് ഒരു എൻട്രൻസ് ബെഡ്റൂമിൽ നിന്നാണെങ്കിൽ അതിൻ്റെ മറ്റേ എൻട്രൻസ് വരുന്നത് പൂളിലേക്കാണ്. അപ്പം നമുക്ക് പൂളിൽ നിന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് കയറി ഫ്രഷായി റൂമിലേക്ക് വരാം. അപ്പോൾ പ്രത്യേകിച്ച് പൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വാം പൂളാണ്. ഇപ്പോൾ തണുപ്പ് സമയങ്ങൾ, പ്രത്യേകിച്ച് ജനുവരി ഡിസംബർ മാസങ്ങളിൽ നല്ല തണുപ്പായിരിക്കും തേക്കടിയിൽ. അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാക്കണം, ചൂടുവെള്ളത്തിൽ നമുക്ക് നീന്തണം എന്നുണ്ടെങ്കിൽ അതും സാധിക്കുന്ന പൂളാണ്. അങ്ങനെ മൊത്തം 3 പൂൾ വില്ലകളാണ് ഗ്രീൻവുഡ്സിലുള്ളത്. അതിൽ ഏറ്റവും ടോപ്പിനാണ് ഇത്. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആംബിയൻസ് ആണ് രാവിലെ. ഇപ്പോൾ പ്രത്യേകിച്ച് മഴയും ഒരു ചെറിയ കോടയും തണുപ്പും ഒക്കെ ആയിട്ട് ആസ്വദിച്ചുള്ളൊരു മോർണിംഗ് വാക്ക് ഈ റിസോർട്ടിലൂടെ നമുക്ക് നടത്താനായിട്ട് പറ്റും. ആസ്വദിക്കാം ശരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്ലഞ്ച് പൂൾ വില്ലയുടെ ഫ്രണ്ടിലാണ് ഉള്ളത്. പ്ലഞ്ച് പൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുമെന്ന് അറിയില്ല, എന്നാൽ ചെറിയ പൂളാണ്, കൊച്ചു പൂളാണ്. മറ്റേത് നമ്മൾ കണ്ട പ്രൈവറ്റ് പൂൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരല്പം വലിപ്പമുള്ള പൂളായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ പൂളും അത് കുട്ടികൾക്ക് നീന്താൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ചെറിയ പൂളും അതിൻ്റെ ഭാഗങ്ങളുമാണ്. ഇപ്പോൾ റൂമെന്ന് പറയുമ്പോഴത്തേക്കിന് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ലിവിങ് സ്പേസും ഒപ്പം തന്നെ ടോയ്ലറ്റ് എല്ലാം അറ്റാച്ച്ഡ് ആണ്. ആ കാണുന്ന ഇതാണ് നല്ല ഫ്ലവറൊക്കെ ഇട്ടാണ് അടിപൊളിയാക്കിയ റൂം വെച്ചേക്കുന്നത്. പിന്നെ ടീ കോഫി അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. ഒരു സെറ്റപ്പ് റൂമാണ്. അത്യാവശ്യം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൂമാണ് ഈ പറയുന്ന പ്ലഞ്ച് പൂൾ വില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അമരാവതി എന്ന് പറയുന്ന ഗ്രീൻവുഡ്സിൻ്റെ ഒരു സ്യൂട്ടിലാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമിനൊപ്പം തന്നെ ഒരു വിശാലമായ ലിവിങ് റൂം കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഈ അമരാവതി എന്ന് പറയുന്നത്. അപ്പോൾ അമരാവതിയുടെ ബെഡ്റൂമാണ് ഈ കാണുന്നത്.
ഇതാണ് അമരാവതിയുടെ ബെഡ്റൂം. നല്ല സ്റ്റൈൽ ആൻഡ് ബെഡ്റൂമൊക്കെയാണ്. ഒപ്പം തന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. കൂടാതെ തന്നെ ഒരു ബാൽക്കണിയും നമുക്ക് ഇരുന്നിട്ട് അത്യാവശ്യം വ്യൂ കിട്ടുന്നൊരു ഭാഗം അവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിനൊപ്പം തന്നെ ആ ലിവിങ് സ്പേസ്, ഞാൻ നേരത്തെ പറഞ്ഞ ലിവിങ് സ്പേസ്, അതും ഉഷാർ തന്നെയാണ്. ഒരു 2-3 പേർക്ക് അവിടെ സുഖമായിട്ട് കിടക്കാം. പക്ഷേ അത് 2 എക്സ്ട്രാ ഒരു പ്ലേസേ ഉള്ളൂ. ഇതുണ്ട്, താഴെയുണ്ട്, താഴെയുള്ള അതിനുള്ള സൗകര്യങ്ങളുണ്ട്. മുകളിലും വേണമെങ്കിൽ നമുക്ക് കിടക്കാം. ഒരു അത്യാവശ്യം ഒരു 4 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ തങ്ങാവുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ 4 പേരാണ് മാക്സിമം ഇതിനകത്ത് കിടത്തുന്നത്. 5 പേർക്ക് വരെ തങ്ങാൻ തോന്നുന്നു. മേളിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടക്കാം. അപ്പം നല്ല നല്ല വലിപ്പമുള്ള റൂമുകളാണ്. അതാണ് ഇതിൻ്റെ ഈ ഒരു അമരാവതിയുടെ പ്രത്യേകത. റിസോർട്ട് കണ്ടിട്ട് ഇഷ്ടമായ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നത്. കാരണം അത്രത്തോളം ഫാമിലിക്ക് വന്ന് തങ്ങിപ്പോരാൻ പറ്റുന്ന ഇത്രയും നല്ല ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കൊരു ഗീവ് അവേ, അതായത് നിങ്ങൾക്കും ഒന്നൊന്ന് ഫ്രീ ആയിട്ട് താമസിച്ച് പോകാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, പഴയതുപോലെ തന്നെ ഒരു കമൻ്റ് ഇടുക. ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ റിപ്ലൈ കിട്ടുന്ന ആൾ വിജയി. അവർക്കിവിടെ വന്ന് ഒരു നൈറ്റ്, ഒരു പ്രത്യേകിച്ച് ഈ റിസോർട്ട് എന്ന് പറയുന്നത് ഫാമിലിയെയാണ് കൂടുതലായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഫാമിലിക്ക് ഇവിടെ വന്ന് ഒരു ദിവസം തങ്ങി അടിച്ച് പൊളിച്ച് പോകാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. വിജയിയാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു കമൻ്റ് ഇടുക. കമൻ്റ് ഇടുന്ന കൂടുതൽ കിട്ടുന്ന റിപ്ലൈ, ആർക്കാണോ ഏറ്റവും കൂടുതൽ റിപ്ലൈ കിട്ടുന്നത് അവരാണ് വിജയി. അപ്പോൾ റിപ്ലൈകൾ ആവർത്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ റിപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് വേണം റിപ്ലൈ ഇടാനായിട്ട്. അതായത് ഇതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമുക്കും ഗുണമുണ്ടാണ്. കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സ് വരണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് വന്ന് ഇവിടെ ഫ്രീ ആയിട്ട് താമസിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, തട്ടുകളിലെത്തി നേരത്തെ മുമ്പേ കാണിച്ചതായിരുന്നു. ഒരു അടച്ചു വെച്ചിരുന്ന ഒരു ചായക്കട, കറക്റ്റ് നാടൻ ചായക്കട പോലെ തന്നെ ലോട്ടറി ടിക്കറ്റൊക്കെ തൂക്കി മംഗളവും മനോരമയൊക്കെ ആ പഴയ ചായക്കടയുടെ പ്രൗഢി നിലനിർത്തുന്ന ആ രീതിയിൽ തന്നെയാണ് ഇവരൊരു ചെറിയ തട്ടുകട ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചായയും കുടിച്ച് ഒരു ഒണിയൻ പക്കോട വേണമെങ്കിൽ അതിന് നമ്മൾ ഉള്ളിവിടെ എന്നൊക്കെ പറയാം, പക്ഷേ അവൻ പക്കോട എന്ന് പറയുള്ളൂ. ഒരു ചായ കഴിച്ചൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. നല്ല കിടുക്കാച്ചി ചായ, പൊളി സാധനം. ചായ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ചായ, കിടുക്കാച്ചി ചായ, സൂപ്പർ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിൽക്കാം. ഇതൊക്കെയാണ് ഗ്രീൻവുഡ്സിൻ്റെ വൈബ്. ഇനി അതങ്ങോട്ട് എന്നെ കിടന്ന് പൊളിച്ചത്. ചെറിയ ചാറ്റമഴയുണ്ട്. ചാറ്റമഴയത്തൊരു ചായ പൊളിക്കും. അസ്തമയത്തോട് അടുക്കുകയാണ്. വൈകിട്ടത്തെ ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ ഒന്നും പോകേണ്ട സമയവും ആയിരിക്കുന്നു. അപ്പോൾ ഈയൊരു വീഡിയോയിൽ നമ്മൾ ഒരു ഗീവ് അവേ പറയുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേ എപ്പോഴാണ് അവസാനിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഡേറ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആ ഡേറ്റിൽ ഈ ഗീവ് അവേ അവസാനിക്കും. അപ്പോൾ പതിവ് പോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന, എന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആർജവം. ബൈ.